ഇത് കണ്ടോ? നീ എന്താണ് ഉച്ചകൊണ്ടാണോ ചായ കുടിക്കുന്നത്? ഉച്ചകൊണ്ട് ചായ കുടിക്കുന്നതല്ല. ഇപ്പൊ പോയൊരു ട്രെയിൻ കണ്ടോ? അതിന്ന് ആരാണ്ട് ചായ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാ ഈ ഗ്ലാസ്. അത് വീണ എന്റെ തലയിൽ അറിയാവോ? അതിനിപ്പോ എന്താ വേണ്ടേ? ഈ വീട്ടിലെ താമസം ഇതുകൊണ്ട് നിർത്തിക്കോണം. എനിക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യ. എടി ഒരു മാസം പോലും ആയില്ല ഈ വീട് മേടിച്ചിട്ട്. അത് നീ ഓർത്തോണം. ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ വീട് വാങ്ങാൻ ഞാൻ പറഞ്ഞ നീ അല്ല പറഞ്ഞത്? ഒറ്റ കാരണമല്ല ഈ വീട് മേടിച്ചത്. ഞാൻ എന്താ പറഞ്ഞെന്നാ? എടി പാളത്തിനടുത്ത് വീട് വേണമെന്ന് നീ അല്ലേടി പറഞ്ഞത്? പാളത്തിനടുത്താ? പിന്നെ ഞാൻ പാടത്തിനടുത്ത് വീട് വേണമെന്നാ ഞാൻ പറഞ്ഞത്. ഈ പാടത്തിനടുത്തായിരുന്നെങ്കിൽ മുടി രണ്ടും പിന്നിക്കെട്ടി ഫ്രണ്ടിലിട്ട് പട്ടുപാവാട ബ്ലൗസ് ഇട്ട് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ് അങ്ങനെ പാടി നടക്കാമായിരുന്നു. അറിയാവോ? അങ്ങനെ തന്നെ പാടി നടക്കുന്ന ഇപ്പൊ. നമ്മളെ ആ തോപ്പ് മുക്കിൽ കണ്ട വീടില്ലായിരുന്ന ആ മഞ്ഞ കളർ ഇരുന്നല്ല വീട്? ഓ എന്ത് രസമുള്ള വീടായിരുന്നു. അത് കണ്ട എടുത്തേക്ക് തിന്നാൻ തോന്നും ആ വീടിനെ. കല്ലും കട്ടയൊക്കെ നിന്റെ വായി പോയി ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ. അതെങ്ങനെ? ആ വീടിന് ഞാൻ എത്ര കിടന്ന് ഷാട്ടിയും പിടിച്ച് നിങ്ങൾ മേടിച്ചില്ലല്ലോ. എടി അതെന്റെ ബിസിനസ് പൊളിഞ്ഞിരുന്ന സമയമാണ്. നീ എനിക്ക് സ്വസ്ഥത. അതെങ്ങനെ? നല്ലൊരു ബിസിനസ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ അത് പൊളിയുമായിരുന്ന. ഒരു ബിസിനസ് ചെയ്ത് പൊളിഞ്ഞാണോ നീ പറയുന്നത്? ഒരെണ്ണോ? 2 ബിസിനസ്. 2 ബിസിനസ്സാ? 3 ബിസിനസ്. 3 ബിസിനസ്സാ? നീ പറയില്ലേടി കയ്യിൽ വിരലില്ല എണ്ണാൻ. നിന്റെ ഈ താരി വലിച്ച് പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് എനിക്ക് പോകാനുള്ള ദേഷ്യം കൊണ്ടാ. പൊട്ടിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും. എന്തനുഭവിക്കും? 4 വർഷം കടലിൽ നടന്ന് അകത്ത് കിടക്കും. 4 വർഷം അനുഭവിച്ചാൽ മതിയല്ലോ. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ജീവപുരി ഉമ്മ ട്രെയിനെ കാട്ടി വലിയ ശബ്ദമോ ഒരു സ്വസ്ഥ വരത്തില്ല. പിന്നെ 1 മാസം പോലും ആയില്ല വീട് മേടിച്ചിട്ട്. ഞാൻ വല്ല പറഞ്ഞത് കുറ്റം? നീ പറഞ്ഞ നീ ഒന്നും പറയണ്ട. അവിടെ അനങ്ങായിരുന്നാ മതി. പിന്നെ പിന്നെ അണ്ണാ എന്ത്? എനിക്കൊരു ആലോചന. നല്ലത്. നല്ല പയ്യനാണെങ്കിൽ നീ അവന്റെ കൂടെ ഞാൻ ഇത്തിരി സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കട്ടെ. ആലോചനയുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഈ ട്രെയിനിന്റെ ശബ്ദം കേട്ട് എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എടി ഇപ്പൊ എന്തായാലും നമ്മളിത് വാങ്ങിച്ചു പോയില്ലേ? ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുറ്റത്ത് മൊത്തം അവര് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്ന ഓരോ ചവറുകളാ. എനിക്ക് ഇതൊക്കെ വാരിയും തൂത്തൊക്കെ മടുത്ത്. എനിക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ. ഈ വീട് വിൽക്കണം. എന്നിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ജീവിക്കണം. ദൈവമേ 1 മാസം പോലും ആയില്ല മേടിച്ചിട്ട്. ഇത് നീ ഞങ്ങൾ വിൽക്കാൻ വേണ്ടിയാണ്. ഈ 1 മാസമായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അറിയാവോ? നിങ്ങളൊരു കാര്യം ചെയ്യും. നമുക്ക് ഈ വീട് വാങ്ങി തന്നിട്ട് നമ്മളെ നല്ല കമ്മീഷൻ മേടിച്ച ആ ചതിയനുണ്ടല്ലോ. ചതിയനല്ല പുഷ്കരൻ. ചതിയൻ പുഷ്കരൻ. നമ്മളോട് ചതി കൊണ്ടാ ചതിയൻ പുഷ്കരൻ എന്ന് വിളിക്കുന്നത്. അയാളെ വിളിച്ചിട്ട് ഈ വീട് എങ്ങനെയെങ്കിലും വിറ്റ് തന്നിട്ട് നല്ലൊരു വീട് നോക്കി വേറെ വാങ്ങി തരാൻ പറ. എന്റെ പൊന്നു ഗീത, ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതെനിക്ക് അറിയണ്ട. നിങ്ങൾ അയാളെ വിളിക്ക്. നിങ്ങൾ ഫോൺ അവിടെ എടുക്ക്. എന്തൊരു കഷ്ടമാണ് നോക്കും. മനുഷ്യൻ സ്വസ്ഥത ഇല്ലെന്ന് പറഞ്ഞു. വിളി. എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? ഹലോ ഹലോ ബ്രോക്കർ പുഷ്കരൻ. അയ്യോ ലാലൻ. എടാ പൂവാല, നീ വല്ല പെമ്പിള്ളാരെ വിളിയടാ പൂവാല. നീ എന്നാ ഗീതയുടെ ഭർത്താവ് പിയോ ലാലനാണ്. ഞാൻ പറയുന്നത് കേക്കാവോ? അതായത് ഈ വീടൊന്നും വിറ്റ് തരണം. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എടാ ഇത് 1 മാസമായാലും ഞാൻ ഇടനില നിന്ന് അത് മേടിച്ചു തന്നിട്ട്. ഏട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമുക്ക് വീടിനകത്ത് കിടന്ന് ഉറങ്ങണ്ടേ? എടാ നീ പോടാ. നിന്റെ ഇങ്ങോട്ടൊന്ന് വാ. എടാ ഞാൻ വേറെ തിരക്കി നിൽക്കുവാന്ന്. ഞാൻ തിരക്കി നിൽക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പുഷ്കരണ്ണ എന്തോ ഗീത. അയ്യോ എനിക്കറിയാലോ. എനിക്ക് അണ്ണ ഒന്നിങ്ങോട്ട് വാണ. പക്ഷെ ഇവിടെ തിരക്കാ കേട്ടോ. തിരക്കാ ഞാന്. ഗീതയാ വിളിക്കുന്ന. അണ്ണ വാണ. അല്ല ഇപ്പൊ എന്തോ ഞാൻ നടന്നു വരുവാ. ഞാൻ ഇനി കൂടി വന്ന ഒരു 10 ചവിട്ടടി. പെട്ടെന്ന് വരും. ഓക്കെ ഹലോ അണ്ണാ. പോടാ അതിനകത്ത് പോടാ. എന്റെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്കൊന്നും അറിയണ്ട. അങ്ങേര് വന്നു കഴിഞ്ഞാല് വേണ്ട ഈ വീടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇതിന്റെ കംപ്ലീറ്റ് ഭിത്തിയും പൊളിഞ്ഞിരിക്കുക. ഈ ട്രെയിനിൽ പോയ കുലുക്കിയിട്ട്. അതുകൊണ്ട് അതെല്ലാം വ്യക്തമായിട്ട് പറയണം. അല്ലാതെ കിഴഞ്ഞ കണക്ക് ഇവിടെ കയറി ഇരിക്കരുത് കേട്ടാ. ഞാൻ പറയാം. നീ ഒന്നും എനിക്ക് സ്വസ്ഥത എന്റെ ഗീത. സ്വസ്ഥത ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ ഈ മൊബൈലിൽ കണ്ടെങ്കിൽ ചിരിക്കുന്നേ? എന്റെ പെങ്ങളെ ചെറുക്കന്റെ കുട്ടുമ്പോ കുട്ടു. എന്നത്? എടാ റീൽസ് ചെയ്തിരിക്കുന്ന കുട്ടുമ്പോ കുട്ടു. അതവൻ ചെറുക്കൻ ഒരു രക്ഷയില്ലേട്ടാ. ഇത് കണ്ടോ? ഇത് കാണിക്കാനാണോ ഇത്രയും ദൂരം ഈ സമയമില്ലാത്ത സമയത്ത് എന്നെ വിളിച്ചു വരുത്തേ നീ? ഈ വിള്ളല് കണ്ടോ? ജോഡി അത് ഞാൻ വല്ലതും ചെയ്തിട്ടാണോ? അതൊക്കെ ഉള്ളതാണ്. വിള്ളലും പൊട്ടലും ഒക്കെ. നിങ്ങൾ എന്തു പറയുന്നത്? നീ എന്തോ പറയുന്നത്? ഞാൻ ഈ ഭിത്തിയുടെ വിള്ളൽ കണ്ട കാര്യമല്ല പറയുന്നത്. ഭിത്തിയുടെ വിള്ളലാന്നോ? ഞാൻ ഓർത്ത് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീട് വിട്ട് കീറി പൊളിഞ്ഞ് നാശമായി. ഞാനിത് നിങ്ങൾക്ക് ഇത് കച്ചവടത്തിന് ഇറങ്ങില്ലെന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് റെയിൽവേ ട്രാക്കാണ് തൊട്ടടുത്ത്. കാരണം അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ വേണമെന്ന് ചോദിച്ചു. അപ്പൊ നീ പെണ്ണുമ്പോൾ എന്തോ എന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല. റെയിൽവേ ട്രാക്ക് അടുത്ത് കിടക്കട്ടെ. കാരണം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വന്ന് നമ്മുടെ വാതയ്ക്ക് നിന്ന് കൈ കാണിച്ചാൽ കയറി അങ്ങ് പോകാലോ. അപ്പോഴേ ഞാൻ പറഞ്ഞാൽ നിന്റെ അടുത്ത് തുറന്ന പുഞ്ചിരി പ്രൈവറ്റ് ബസ് അല്ല ഇറക്കി നിനക്ക് സൗകര്യത്തിന് പറഞ്ഞു. എന്നിട്ട്
എന്നിട്ട് ഇപ്പൊ നീ വിളിച്ചിട്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോലെ ആളെ ഉണ്ടാക്കാൻ. അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിയരുത് കേട്ടാ. ഞാൻ പറഞ്ഞ ടൗണിൽ ഒരു വീട് എന്നെ കൊണ്ട് കാണിച്ചാണ്, വാട്ടർ ഫ്രണ്ട് ഉള്ള വീട്. എടാ അത് വാട്ടർ ഫ്രണ്ട് ഉള്ള വീടല്ലെന്ന്. പിന്നെ അത് KSRTC മൂത്രപ്പേരാണ് അതിന്റെ ഫ്രണ്ട്. മൂത്രപ്പേരയാ? പിന്നെ അവിടെ കയറി മൂത്രം എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ഒരു കാര്യം ചെയ്യും, ആ പുതിയടുത്ത അമ്പലത്തിന്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഒരു 50 അടി പോകുമ്പോ ഒരു വീട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടല്ലോ. അവിടെ എവിടെ വാട്ടർ ഫ്രണ്ട് ഇരുന്നത്? അതിന് തൊട്ടപ്പുറത്ത് ബിവറയില്ലോടാ, ഒരു 10 അടി ചോദിച്ചാ അതാണ് വാട്ടർ ഫ്രണ്ടേ ചെല്ലിയോ. ഇമാതിരി തർക്കം പറയരുത്, കാര്യം പൈസ പോയത് ഞങ്ങളുടെയാണ്. അല്ല അത് നിങ്ങളുടെ സൗകര്യത്തിന് പറഞ്ഞത് എടിപിടിന്ന് ആള് വരത്തില്ലെന്ന് എന്തുവാ പറയുന്നത്? എടിപിടി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വലിയ പ്രശ്നമാണ്. എനിക്കിത് എങ്ങനെയെങ്കിലും വിട്ട് തന്നേ പറ്റൂ. അങ്ങനെ പെട്ടെന്ന് വിറ്റിരുന്ന ആള് വേണ്ട, ഒരു മാസം ഇങ്ങോട്ട് കേറിട്ട്. എന്റെ പുഷ്കരാണ് എന്തോ നമുക്കേ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതല്ലേ ഇവിടെ താമസിക്കാൻ ഭയങ്കര പാടാ, ഈ ട്രെയിൻ എപ്പോഴും പോകുന്നുണ്ട്. അല്ല ഞാൻ അവനോട് പറഞ്ഞു, അപ്പൊ അവൻ പറഞ്ഞു ഇത് അടുത്ത് കിടക്കട്ടെ, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാ കൊച്ചാ ഞാനിത് തെറ്റ് ചെയ്ത് തന്നെ. എന്നാ നമ്മൾ ഈ രാത്രി കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങി 1 മണിയൊക്കെ ആകുമ്പോഴേക്കേ അത് ശരി നിസാമുദ്ദീൻ വരും. എടാ നിന്റെ ചവക്കല്ല അടിക്കണ്ട ആദ്യം. എടാ നീ ഇവിടെ ഉള്ളപ്പോ വേറൊരുത്തം വരുമ്പോ നീ ആ പിടിച്ച് നിർത്തുവാൻ വേണ്ടല്ലേ അതിന്റെ അതാ ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെന്തുവാ? നിസാമുദ്ദീൻ ട്രെയിന് വരുമെന്ന്. ട്രെയിനാ? ആ ട്രെയിനാ? നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അത് ശരി. അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ ഈ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോഴേ കൊച്ചും കുറുള്ള വരും. അതുകൊണ്ട് നമുക്ക് ഈ സഹിക്കാൻ വയ്യ ഇതിന്റെ സൗണ്ടും, പിന്നെ അവിടെ നിന്ന് ഓരോന്നൊക്കെ വലിച്ചെറിയും. അതുകൊണ്ടേ നമുക്ക് ഈ വീട് വേണ്ട. അല്ല അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് എടിപിടിയെന്നും പറഞ്ഞ് നമുക്ക് ആളില്ല, അതുകൊണ്ടായി പറയുന്നത്. നമുക്കിതൊന്നും വിറ്റ് തരണം. ഇതിപ്പോ ഞങ്ങളോട് ഇത് കാണിച്ച് നേരെ മറിച്ച് നീ ഒരു കാര്യം ചെയ്യാം, നേരെ മറിച്ച് ഇച്ചിരി ചരിച്ച് മറിയടാ. എപ്പോഴും അങ്ങനെ നേരെ മറിച്ച അങ്ങനെ അത് ചരിച്ചൊന്ന് മറിച്ച് നോക്കിയേ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തോ നോക്കിക്കുക, വേണ്ട അടുക്കള ടാപ്പ് തുറന്ന് വെള്ളം പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ കുടം എടുത്ത് വെച്ചാൽ വെള്ളം പിടിക്കാൻ നോക്കാം. പോടാ അതുപോലെ പോടാ. അപ്പൊ അവൻ എന്റെ തോളക്കറാൻ വരുവോ അവൻ. എന്റെ പുഷ്കരാണ്. എന്തുവാ എന്തുവാ ഇങ്ങോട്ട് വാ. അല്ലല്ല അവൻ അമ്മ അങ്ങോട്ട് പോയി അവൻ ചുമ്മാ. അതെ ഞാൻ ശരിക്കും പറഞ്ഞ വേറൊരു കാര്യത്തിന് അണ്ണനെ വിളിച്ചത്. എന്റെ മനസ്സിലുണ്ടായിരുന്നത് അതെ ഇതിപ്പോ എന്റെ അണ്ണ അറിഞ്ഞാലേ അതിപ്പോ ശരിയാവൂല. അവൻ അറിയരുത്, അറിയുന്നില്ലെങ്കിൽ എത്ര നാള് വേണേ അങ്ങ് പുറത്തോട്ട് പോയോണ് പെട്ടെന്ന് വരുമോന്നുള്ളൊരു പേടിയേ ഉള്ളു. കാര്യം അണ്ണ ബാ ഇങ്ങോട്ട് ഇരി. അണ്ണ ബാ ഇവിടെ ഇരി. എന്തോ മറ്റേ നമുക്ക് ക്ലിയർ ചെയ്യാം, വേസ്റ്റിന്റെ അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന കേസാ ഉള്ളത്. എടാ എടാ ഈ പൈപ്പിലെങ്ങാനും വെള്ളം തീർന്നാ ചാടി കയറി ഇങ്ങ് വരും. അതാ ഞാൻ അണ്ണ നിങ്ങൾ കിടണ്ട, ഇത് വലിയ കാര്യമാണോ? അങ്ങനെ ഇടിപിടി ഇതൊക്കെ ആയോണ്ട് അതാണ്. എന്നാ പിന്നെ വേണ്ട ഓടിലേ ഓട്ട കണ്ട് മഴ പെയ്യുമ്പോ അതുവഴി കംപ്ലീറ്റ് വെള്ളം മുറിക്കാത്തൊന്ന് വീഴുവാ. അതിനെന്തിനും എന്നെ പിടിച്ചു കിടത്തിയ. പിന്നെ അത് ഇവിടെ കിടന്നാലേ കാണാൻ പറ്റും, നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. എന്തോ ഒരു കട്ടമെന്ന് പറ. ആ കണ്ടം പൂച്ച വട്ടം ചാടിയപ്പോഴേ എനിക്കറിയാം നാശത്തിനാണ് ഇത്. ആവശ്യമില്ല ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നീ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല അതിന്റെ ശബ്ദത്തിൽ. ഇതാ കുഴപ്പം, നമ്മളിവിടെ തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഈ ട്രെയിനിന്റെ ശബ്ദം കാരണം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലെന്ന്. ആണോ? അല്ല എന്നാ നമുക്ക് ഞാൻ നോക്കട്ടെ, ഞാൻ ആളുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അത് പോട്ടെ, നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് ഓരോന്ന് വലിച്ചെറിയുന്ന മൊത്തം ഇവിടെ വന്ന് വീഴുന്ന അറിയാവോ? പിന്നെ അയ്യോ ഇതില്ല ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ അമ്മയാണ് നേരെ അത് ഞാൻ ഓടിന്റെ ഇത് കാണിക്കാൻ. ഓടിന്റെ അവിടെ വെള്ളം വീണണ്ട. അതല്ല അതാ ഞാൻ എടാ ചുമ്മാ ഇപ്പൊ പറ ഇതാ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ എറിഞ്ഞോ എന്റെ തല വന്ന് മുന്നിപ്പോ എന്റെ തല പൊട്ടിയാനെ. ട്രെയിനിൽ നിർത്തിട്ട് എറിഞ്ഞാന്ന് ഇത് സത്യം. നോക്കോ അപ്പൊ കുഴപ്പമില്ല, പേടിക്കാതെ കൊള്ളത്തില്ല. കൊള്ളത്തിലാണോ കൊള്ളാതാണെന്ന് എനിക്കറിയാം. കൊള്ളാത്ത ആരിലടാ എടുത്ത നമ്മളിപ്പോ പേന ഉപയോഗിച്ച് മഷി തീരുമ്പോ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പേന എടുക്കും എന്ന് പറഞ്ഞാൽ ഉണ്ട തീർന്നപ്പോ വലിച്ചെറിഞ്ഞിട്ട് പുതിയ എടുത്തോട്ട് പോയിക്കാണൂടാ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് അങ്ങനെ പൊട്ടുന്ന സാധനമൊന്നും അല്ലായിരിക്കും അല്ലേ. പിന്നെ ഇത് കേടായ സാധനമാണ്, അതല്ല പിന്നെ ആരേലും അങ്ങനെ എന്തോ ഇത് എന്തോ ഇതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇന്ന് കണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പേടിയാ. ഇതൊക്കെ അങ്ങനെ പേടിക്കാൻ ഇത് ഉപയോഗമില്ലാത്ത അയ്യോ കളിച്ച കളിയല്ല മിണ്ടല്ലടാ. ഇത് ചിലപ്പോ ഒരു കാര്യം ചെയ്യ്, നെറ്റി നോക്ക്. നെറ്റി നോക്ക്. എന്റെ നെറ്റ് നോക്കാനാണോ? പിന്നെ മൊബൈൽ എടുത്താൽ നിന്റെ നെറ്റിനകത്ത് നോക്കണം. ഈ സാധനം ഈ NH47 എങ്ങനെ ഓഫ് ചെയ്യണം? NH47 എന്ത് പുല്ലായാലും ഓഫ് ചെയ്യണം നോക്കണം. നോക്ക്. ഇല്ല ഇതിനകത്ത് കാണുന്നില്ല എങ്ങനെ ഓഫ് ചെയ്യണമെന്ന്. കാണുന്നില്ല? ഇല്ല സത്യമായിട്ടും ഇല്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അനക്കം ഇല്ല സാധനം കേട്ടോ. അനക്കം ഇല്ലാത്തോണ്ട് വലിയ പ്രശ്നം. നല്ല കാര്യം ഉണ്ടായിരുന്നു, കളഞ്ഞാ പോരായിരുന്നു. ഞാൻ വല്ലതും ചെയ്താൽ തന്നതാരെന്ന് അടിക്കുന്നതാ പട പടാന്ന്.
തീർന്നു കേട്ടോ, തീർന്നു ആനന്ദ് തീർന്നിട്ടുണ്ടല്ലേ പിന്നെ ഇത് ഏറെ ആവശ്യമില്ലാത്ത വയ്യാവില്ല. നീ ഒറ്റ ഇതിനൊക്കെ കാരണം വിളിച്ചു വരുത്തിക്കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. എടാ കിടന്ന് വേളം വെച്ചിട്ട് സാധനമില്ല, ഇത് ആവശ്യം പോലെ കിടക്കണ ഉണ്ടാ. ഇതിപ്പോ എന്തായാലും ഒന്ന് നമുക്ക് ഇത് ചെയ്തു നോക്കണമെന്നിട്ട് ഇത് അനങ്ങാണ് ഉണ്ടാന്ന് പറഞ്ഞിട്ട് എടാ ഇതിപ്പോ ഒരു നിവൃത്തി ഇല്ലാതെ ഇത് എന്തോ ചെയ്യണം. അണ്ണാ നമ്മളിപ്പോ എന്താ ചെയ്യുന്ന? പോലീസിൽ അറിയിക്കട്ടെ? പോലീസ് അറിയാലോ, കൈ ഫ്രീ ആക്കട്ടെ, എന്റെ കൈ കാണിച്ചെനിക്ക് പോയാ. ഇത് വെച്ചിരിക്കും നോക്കണ്ട അണ്ണാ, ആപത്തൊന്നും വരില്ലേ? കുഴപ്പമില്ല, അങ്ങ് ഇരുന്നാ കരിപ്പില്ല. നീ ഒരു കാര്യം ചെയ്യാ, ചായ നേരെ ഇരിയടാ, എന്റെ തുട കഴിക്കുന്നതാ. എനിക്ക് പേടിയാ അണ്ണാ, എന്നെ പിടിച്ചിരുത്തല്ലേ അണ്ണാ. എടാ ഒരു കൈ സഹായം നിന്റെ വീട്ടിലാണ് ഇത് നടക്കണം, എനിക്കൊന്നും ഇല്ല കേടാ. അണ്ണാ ഒന്നിരിയടാ. എടാ കുഴപ്പമില്ല, ഞാൻ പതുക്കെ ഒരു വിഷയമില്ല. അണ്ണാ ആവശ്യമില്ലാത്ത ഇല്ലെന്ന് നീ ഒന്ന് ഇരിയടാ, പതുക്കെ ഇരുന്നാ മതി. അനക്കരുത് അതെ, അങ്ങനെ കയറി അയ്യോ അണ്ണാ. ഇല്ല കുഴപ്പമില്ല. അണ്ണാ ഇതാ പോലെ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞത് ഞാനേ പോലീസിനെ വിളിക്കാം. എനിക്ക് ഈ റെയിൽവേ പോലീസ് വിളിച്ചോണ്ട് എടാ ഒന്ന് ഇറങ്ങണം, അത് ഓപ്പായി കാണണ്ട പോടാ. എന്റെ ആവശ്യമാണ്, ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ആ ചെറുക്ക അത് വൻ വിഷയം നടക്കണ. നിനക്ക് ഒരു ശല്യമില്ല, അവിടെ ഇരിക്കില്ലടാ, അവിടെ ഇരിക്കട്ടെ. അത് പോലീസുകാരെ വിളിച്ചു പറഞ്ഞില്ലല്ലോ പ്രശ്നം തരാം. അതുപോലെ ഒറ്റ ഊട്ടകളായിരുന്നു ഓടിന്, ഇപ്പൊ നോക്ക 147 ഊട്ടായിട്ട് കിടക്കാൻ. എന്നെ പിടിക്കല്ല അവസാനം. വിളിക്കട്ടെ വിളിച്ചിട്ട് കിട്ടത്തുമില്ല, എടുക്കത്തുമില്ല. തീർന്നു കാണുമോ? അതല്ല പിന്നെ പിന്നെ ഇത് തീർന്നല്ലോ, താനം തീർന്ന്, വേറെ പേടിക്കല്ല കേട്ടാ. ഇത്ര ഉള്ളായിരുന്നു. ഇനി ഒരു കാര്യം, ഇത് പിള്ളേർക്ക് മറ്റാ കളിക്കാൻ അവിടെ ആരെങ്കിലും പിള്ളേരുടെ കൂടെ, അല്ലാതെ ഇത് യാതൊരു ഉപയോഗമില്ല സാർ. അതെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് ഈ വീട് എങ്ങനെങ്കിലും വിറ്റ് തരണം. നിങ്ങളാണ് ഇത് ഞങ്ങളുടെ തല കെട്ടിവെച്ചത്, അതുകൊണ്ട് ഈ വീട് വിറ്റ് തന്നെ പറ്റൂ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും. ഇവിടെ ഇത് എന്തൊരു കൊള്ളയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത് പ്രശ്നമില്ലെന്ന്. നിങ്ങൾ ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല അണ്ണാ, ഈ വീട് നമുക്ക് വിറ്റ് തന്നേ പറ്റൂ. അതങ്ങനെ ഇങ്ങനെ കൊണ്ടൊരു കഴിവില്ല. കഴിവുള്ളവരാണെങ്കിൽ പടപടന്ന് പറഞ്ഞ് വിറ്റ് തരും. നമുക്ക് വേറെ ബ്രോക്കർ ആവണം. പിന്നെ വേറെ ബ്രോക്കറെ നോക്കിയാൽ മതിയായിരുന്നു. എനിക്കോ അല്ല ഞാൻ സെറ്റ് ചെയ്യാലോ. പിന്നെ ഓ രാജേന്ദ്ര സാറേ, സാറേ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് കുറച്ച് മാറി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരു വീട് വേണം സാർ പറഞ്ഞില്ലായിരുന്നു സാറേ? ഉണ്ട് 10 സെന്റ് സ്ഥലമുണ്ട്, കണ്ണായ വീട്, ഉഗ്രം വീട്. പിന്നെ വണ്ടി കയറും സാറിന് ഭാഗ്യമുണ്ട്, ട്രെയിൻ വഴി തെറ്റി ഇത് വഴി കയറുകയും ചെയ്യും. അങ്ങനത്തെ സ്ഥലമാണ്. അതെ, അതൊന്നും സെറ്റ് ചെയ്യാം സാറേ. എന്തോ വേണോന്ന് ചോദിക്കുക. എന്തോ നിങ്ങൾ ചോദിക്കുന്നത് എന്തുവാ? 15 ചോദ്യം 15 കിട്ടണം. 15 സാറേ അവർ പറയുന്നത് സാറേ ഒരു 20 അവരുടെ കൈ കിട്ടണം. അതെ സാറേ, അതാണ് അവർ പറയുന്നത്. 40. അത് ശരി. അല്ല സാർ, അവർ 20 അവർ ചോദിക്കണേ, അല്ല 40 അല്ല 20 ചോദിക്കണേ. അത് ഓ അങ്ങനെ ഉണ്ടല്ലേ. അത് ശരി. ഓക്കെ സാറേ. സാറപ്പോൾ അവർ നമുക്ക് ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ വേണേൽ എഴുതാം. അല്ല സാറിൻ്റെ സൗകര്യം പോലെ എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന്, അത്രേ ഉള്ളൂ. ഓ സാറേ, ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ശരി സാർ. ഞാനേ സാർ ഓക്കെയാ. നമ്മൾ 15 പറഞ്ഞല്ലേ, നിങ്ങൾ എന്തിനാ 20? അതൊരു നടക്കാത്തത്. പിന്നെ എനിക്ക് വല്ലതും വേണ്ട, പിന്നെ അത് കൊള്ളാം. പിന്നെ ഞാൻ കിടന്ന് ഓടിയിട്ട് കാര്യം നിങ്ങൾക്ക് 15 അല്ലേ വേണ്ടേ? സാറ് ഈ റെയിൽവേ വർക്ക് ചെയ്യുന്ന സാറ്, അപ്പൊ ഇവിടെ ഇങ്ങനെ വീട് വേണമെന്ന് പറഞ്ഞു. സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച 1 മാസം കൂടി എങ്ങനെയാലും വീട് വേറെ പ്രശ്നമില്ല. ഒരു 40 ലക്ഷം രൂപ സാറ് തരുമെന്ന് പറഞ്ഞു. 40 ലക്ഷം രൂപ സാർ തരും. അങ്ങനത്തെ വട്ട ചേട്ടാ, ഇതെങ്ങനെ കൂട്ടി തരേണ്ട കാര്യം എന്താണ്? 15 പറഞ്ഞു, നിങ്ങൾ 20 ആക്കി, ഇപ്പൊ പുള്ളി 40 തരാന്ന്. ഞാൻ ചോദിച്ചു സാറിനോട്, ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു സാറിന് ഈ റെയിൽവേയുടെ ഒക്കെ അറിയാലോ. അപ്പൊ സാറ് പറഞ്ഞു ഇപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ ഈ ഡബിൾ ലൈൻ വരുന്നു. അപ്പൊ സാറ് പറയുന്നത് 1 വർഷം കഴിയുമ്പോഴത്തേന് കോടികളാ ചോദിക്കുന്നത്, തരുന്നു, സർക്കാർ തരും. അപ്പൊ ഇത് കൊടുത്തിട്ട് സാറ് എടുക്കാം. അപ്പൊ സാറ് 40 ലക്ഷം പോലും വിഷയമില്ല, കോടികൾ കിട്ടുമല്ലേ സാറിന്? അതെന്താന്ന് വെച്ചാൽ ചേട്ടൻ പുഷ്കരണ പോവല്ലേ? അല്ലല്ല, ഞാൻ സാറിനെ ഒന്ന് കാണുകയും ഞാനത് കണ്ടിട്ട് വരാം. ഇത് വേണ്ടതേ അണ്ണ, ഇവിടെ ഞാൻ ഒരു ചായ എടുത്തിട്ട് കുറച്ച് നേരം ഇവിടേക്ക് ഞാൻ ഇപ്പൊ ചായ എടുക്കാന്ന്. കാരണം കോടികൾ 1 വർഷം കഴിയാ ഞാൻ അണ്ണം വന്നിട്ട് ചായ കുടിക്കാതെ പോവാനാ. വന്നേ, നമ്മളിപ്പോ 15 ലക്ഷത്തിന് കൊടുത്ത നഷ്ടമല്ലേ? 1 വർഷം കഴിയുമ്പോൾ 2 കോടിയാ ഈ സ്ഥലത്തിന് പറയുന്നത്. നീ അല്ലേ ഇത്ര നേരോട്ട് പറഞ്ഞു വിൽക്കണം അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവൂലേ? അപ്പൊ ഈ തീവണ്ടിയുടെ ഒച്ചയൊന്നും നിനക്ക് പ്രശ്നമല്ലേ? 2 പഞ്ഞി എടുത്ത് ചെവി വെച്ചോണ്ട് കിടന്നാ പോരെ. അപ്പൊ നിസാമുദ്ദീൻ വണ്ടി വരുന്ന നിസാമുദ്ദീൻ, നജീബുദ്ദീൻ, അവന്റെ വാപ്പ അബൂബക്കർ വരട്ടെ, നമുക്കെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അങ്ങനെ തിരിച്ചു പറയാൻ അങ്ങോട്ട് പറ, ഇത് നമ്മൾ വിൽക്കില്ലാന്ന് പറയാം. ഞാൻ പോയിട്ട് വരാം. പോലെ ഇതൊക്കെ അടുത്ത ഞായറാഴ്ച ഫ്രീ ആണോ? അടുത്ത വരുന്ന ഞായറാഴ്ച? അടുത്ത ഞായറാഴ്ച എനിക്ക് വേറൊരു സ്ഥലം, വണ്ടാനത്തൊരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകണ്ട. ഉച്ചകഴിഞ്ഞ് ഫ്രീ ആണോ? ഉച്ചകഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ ഇവിടം വരെ പറയണം. എന്തുവാ? നമുക്കൊന്ന് കൂടാം. അത് ശരിയാണ്, ഇത്ര 1 മാസം കഴിഞ്ഞ് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കൂടാം. അല്ല നമ്മൾ ഈ സ്ഥലം കൊടുക്കുന്നില്ല, നമ്മളിത് വിൽക്കുന്നില്ല.
തോന്നിയാത്ത പറഞ്ഞ അടിച്ചാൽ ചെബുക്കൽ ഞാൻ പറിക്കുന്നവനെ. എടാ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വല്ലയിടത്ത് വരുന്നവനെ പിടിച്ച് ഇളക്കി വിട്ട് അവന് ഞാൻ 40,000 രൂപ വരാൻ പറഞ്ഞു. അത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഞങ്ങളെ സ്ഥലം വയ്ക്കാൻ ഞങ്ങളുടെ ഇഷ്ടം കൂടെ വേണ്ടേ? എടാ എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് വാക്ക് പറഞ്ഞില്ലേടാ, എളി ചോദിക്കുമ്പോൾ ഇനി എന്താ പറയുന്നു? അതുപോലെ കാര്യമുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ വിൽക്കണ്ട ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ വിൽക്കുന്നില്ല. ഇപ്പൊ വീട് വിൽക്കുന്നില്ല, അത്രേ ഉള്ളൂ. അണ്ണാണെന്ന് കാര്യം നോക്കിപ്പോ അത്രേ ഉള്ളൂ. അണ്ണ വന്നേ. വിൽക്കുന്നില്ല. ഒരു കാലത്തും ഓ വേണ്ട, നിങ്ങൾ ഞങ്ങൾ വിൽക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ കടന്നോളാം. ഡ്രെയിൻ വരട്ടെ, അതിന്റെ സുഖം കണ്ട് ഞങ്ങൾ കടന്ന് ഉറങ്ങിക്കോളാം. അണ്ണ വന്നേ. ഇതൊക്കെ മനുഷ്യനെ വിളിച്ച് മെനക്കെടുത്തുന്ന നിങ്ങളെ കാര്യം നോക്കി പോകാൻ നോക്കണ പോ. ചുമ്മാ ഇരി മെനക്കെടുത്തെന്ന് പറഞ്ഞ ബ്രോക്കർ പുഷ്കരൻ്റെ അടുക്കില്ല കളി, അത് എൻ്റെ അടുക്ക. ഇതൊക്കെയാ എനിക്ക് ദേഷ്യം വരുന്നത്. ഒന്ന് ആലോചിച്ചാൽ ഞാനിത് പെടാപ്പാട് വിട്ട് ഞാൻ ഇവരുടെ തല വെച്ച് കൊടുത്താൽ ഞാൻ അത് കറക്കത്തിരിച്ച് എൻ്റെ വണ്ടിക്ക് കൊണ്ടുപോയി. ഞാൻ ഈ സമയത്ത് ആരെ ഒപ്പിക്കാനാ? സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് മറ്റേ വരാനൊന്നും പോകുന്നില്ല, 4 ലൈനും മറ്റേ ഒന്നുമില്ല. ഞാൻ കസ്റ്റമർക്കിലോട്ട് വിളിച്ച കസ്റ്റമർക്ക് അങ്ങനെ വിളിക്കാൻ പറഞ്ഞ ഇത് സത്യം പറഞ്ഞാൽ 5 പേര് തൂങ്ങി മരിച്ച ഒരു വീട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കച്ചവടമാക്കിയാണ് ഞാൻ. എൻ്റെ അടുക്ക ഈ കൂടായ്പ കൊണ്ട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മൊത്ത കച്ചവടോ വീടോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ പേര് മറക്കണ്ട, ഐ ആം ബ്രോക്കർ പുഷ്കർ. കേട്ടോ, അങ്ങനത്തെ ഒരുത്തരാ ഞാൻ.